അഞ്ചാമത്തെ ലെസൺ 9ാം ക്ലാസ്സിൻ്റെ മാത്സ് 5ാമത്തെ ലെസൺ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ അഥവാ അഭിന്നക ഗുണനം എന്നുള്ള ലെസനെ കുറിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോക്കാം നമുക്ക്. അപ്പോൾ ഫസ്റ്റായിട്ട് തന്നെ ആ പേജിൽ തന്നെ, അതായത് തുടങ്ങണേ ഇത് 83ാമത്തെ പേജിലാണ് ടെക്സ്റ്റിൽ നമ്മുടെ ഈ ലെസൺ വരുന്നത്. ഈ ലെസൻ്റെ ഫസ്റ്റ് തന്നെ ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിട്ടുണ്ട് അവർ, കണ്ട. ഞാൻ വരച്ചിരിക്കുന്ന റഫ് ഫിഗറിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും നോക്കണ്ട. നിങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല കൃത്യമായിട്ടൊക്കെ വരയ്ക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത് 1 മീറ്റർ, ഇത് 1 മീറ്റർ. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ ഇൻ ദിസ്. ഇതിൽ ഈ സമചതുരത്തിൻ്റെ സ്ക്വയർ, ഈ സമചതുരത്തിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് എന്ത്, ഇതാണ് ചോദ്യം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ റൈറ്റ് ട്രയാങ്കിളാണ് തന്നിട്ടുണ്ട്. റൈറ്റ് ട്രയാങ്കിൾ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു സൈഡിനെ നമ്മൾ പറയുക, റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഈ ഒരു സൈഡിനെ നമ്മൾ എന്താ പറയുക, ആൾട്ടിറ്റ്യൂഡ് അഥവാ ലംബം എന്ന് പറയും. ഇതിന് നമ്മൾ പറയണത് ബേസ് അഥവാ പാദം എന്ന് പറയും. ഈ ഒരു സൈഡ് നമ്മൾ പറയുന്നത് ഹൈപ്പട്ടനസ് അഥവാ കർണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം നമുക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി. ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ നമ്മുടെ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പട്ടനസ് അഥവാ കർണത്തിൻ്റെ അളവ് എത്രയാണോ അതാണ് നമ്മുടെ സ്ക്വയറിൻ്റെ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം. നിങ്ങൾക്കറിയാം സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ നീളം തന്നെയായിരിക്കും 4 വശത്തിൻ്റെ നീളം എന്നറിയാം. അപ്പം നമുക്ക് വളരെ ഈസിയാണ് ഈ സ്ക്വയറിൻ്റെ ഈ പെരിമീറ്ററാണ് കാണാൻ പറഞ്ഞത്. വളരെ ഈസിയായിട്ട് നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഈ ഒരൊറ്റ സൈഡ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് തന്നെയാണ് ഈ സൈഡും ഈ 4 സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കണേന്ന് നോക്കാം. അപ്പോൾ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ആ ഒരു മെത്തേഡിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഇത് ആൾട്ടിറ്റ്യൂഡ് ലംബം, ഇത് ബേസ് പാദം, ഇത് ഹൈപ്പട്ടനസ് അപ്പോൾ കർണം. നമുക്കൊരു പേര് കൊടുക്കണം കേട്ടോ. എപ്പോഴും പേര് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. ABC. അപ്പോൾ നമ്മുടെ റൈറ്റ് ട്രയാങ്കിളിന് ABC റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ AB 1 മീറ്ററാണ്, BC 1 മീറ്ററാണ്, AC എത്രയായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ AC കണ്ടുപിടിക്കാനായിട്ട് AC ഈസ് ഈക്വൽ ടു, നമുക്കറിയാം, നിങ്ങൾക്ക് ജസ്റ്റ് ഞാനൊന്ന് എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ഞാനൊന്ന് പറഞ്ഞു തരാൻ കേട്ടോ. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പട്ടനസ് കണ്ടുപിടിക്കാൻ, കർണം കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് A സ്ക്വയർ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ കേട്ടോ. ഹൈപ്പട്ടനസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. അപ്പം നമുക്ക് ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന സമയം ആണെങ്കിൽ റൂട്ട് ഓഫ് H സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഇനി നമുക്ക് B ആണ് കണ്ടുപിടിക്കേണ്ടത്, ബേസ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ റൂട്ട് ഓഫ് H സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കേട്ടല്ലോ. അപ്പം ഇത് നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് പഠിച്ച് വെക്കണം കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമ്മളിതൊന്ന് പഠിച്ച് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ വെക്കേണ്ട ഒരു കാര്യമാണ് കേട്ടല്ലോ. അപ്പോൾ H സ്ക്വയർ മൈനസ് A സ്ക്വയർ, ഇത് അതുപോലെ എല്ലാം പറഞ്ഞതുപോലെ. ദെൻ മലയാളം മീഡിയത്തിലെ കുട്ടികൾക്കാണെങ്കിൽ ഇത് വരുമ്പോൾ കർണം സമം റൂട്ട് ഓഫ് ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ, ലംബം സമം റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ, പാദം സമം റൂട്ട് ഓഫ് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ കേട്ടല്ലോ. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് സംഭവം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഇവിടുത്തെ ഫിഗറെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമുക്ക് AC ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ AC എന്ന് പറയുന്നത് ആരാ? ഹൈപ്പട്ടനസ്, കർണമാണ്. അപ്പോൾ കർണം കണ്ടുപിടിക്കാനായിട്ട് AC ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. AC ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. AC ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ
ഈസ് ഈക്വൽ ടു 1 1 പ്ലസ് 1 1 ഈസ് ഈക്വൽ ടു √2. കണ്ടല്ലോ, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ AC എന്ന് പറയുന്നത് √2 ആണ്. അപ്പോൾ ഇത് സ്ക്വയർ ആണെന്ന് ഒരു നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇതും √2 തന്നെയായിരിക്കും. ഇവിടെയും √2 തന്നെയാണ്, ഇവിടെയും √2 തന്നെയാണ്. കേട്ടല്ലോ. ഇനി നമ്മളോട് അവർ പറഞ്ഞിരിക്കുന്നത് പെരിമീറ്റർ ഉണ്ട്. ടെക്സ്റ്റിൽ അവരുടെ ചോദ്യം ഇതാണ്, പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ, അതാണ് ചോദ്യം. അപ്പോൾ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ കാണാനായിട്ട് പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ, ചുറ്റളവ്, സമചതുരത്തിൻ്റെ ചുറ്റളവ് ഈസ് ഈക്വൽ ടു കണ്ടുപിടിക്കാനായിട്ടുള്ള ഈക്വേഷൻ എന്താണെന്നറിയോ? ഓക്കെ, അതായത് 4 ഇൻറ്റു സൈഡ്, 4 ഇൻറ്റു സൈഡ്, 4 ഇൻറ്റു വശം. കാരണം 4 സൈഡാണുള്ളത്, 4 സൈഡുകൾ തമ്മിൽ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരമാണ് നമ്മൾ 4 ഇൻറ്റു സൈഡ് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഈക്വേഷൻ. പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ 4 ഇൻറ്റു സൈഡ്. അങ്ങനെയാവുമ്പോൾ നമ്മുടെ പെരിമീറ്ററിൻ്റെ വാല്യൂ വരുന്നത് 4 ഇൻറ്റു പെരിമീറ്റർ എത്രയാ? സൈഡ് എത്രയാ? √2 അല്ലേ? അപ്പോൾ √2 ഈസ് ഈക്വൽ ടു 4√2. അപ്പോൾ 9ാം ക്ലാസ്സിൻ്റെ 5ാമത്തെ ലെസൻ്റെ പേജ് നമ്പർ 88, പേജ് നമ്പർ 88ലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ ചെറിയൊരു നിയമം നമ്മൾ പഠിച്ചിരിക്കണം. പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ മുൻപത്തെ ലെസനുകളിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്കത് ഇപ്പോൾ പെട്ടെന്നത് ഓർമ്മ വന്നോളണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഓർമ്മയുള്ളവർക്ക് സന്തോഷം, ഓർമ്മയില്ലാത്തവർക്കും കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞു തരുന്നത്. 2 റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് 2 തരത്തിലുള്ള നിയമമുണ്ട്. അതിൽ ആദ്യത്തെ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഒരു ഐസോസ്ലെസ് റൈറ്റ് ട്രയാങ്കിളാണ്. ഒരു സമപാർശ്വ മട്ടത്രികോണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ സമപാർശ്വ മട്ടത്രികോണത്തിൻ്റെ പ്രത്യേകത അറിയാലോ. 1 ഡിഗ്രിയും 90 ഡിഗ്രിയും ഐസോസ്ലെസ് റൈറ്റ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത 1 ഡിഗ്രി 90 ഡിഗ്രി ആയിരിക്കും. മറ്റേത് 2 ഈക്വൽ ആയിട്ടുള്ള 45 ഡിഗ്രി ആയിട്ടുള്ള 2 ആംഗിൾസ് ആയിരിക്കും. അപ്പോൾ ഈ നിയമപ്രകാരം വരുവാണെങ്കിൽ 45ക്ക് ഓപ്പോസിറ്റുള്ള സൈഡിൻ്റെ ലെങ്ത്ത് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ 45 അടുത്ത 45ൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിൻ്റെ ലെങ്ത്തും 1 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 90ക്ക് ഓപ്പോസിറ്റുള്ള സൈഡിൻ്റെ വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് √2 ആയിരിക്കും. ഈ ഒരു റേഷ്യോ പ്രകാരമാണ് മുന്നോട്ട് പോവുക. അപ്പോൾ 45ക്ക് എതിരെയുള്ള ലെങ്ത്ത് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മറ്റേ 45ൻ്റെ ഓപ്പോസിറ്റുള്ള ലെങ്ത്തും 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളത് √2, അതായത് 1 ഇൻറ്റു √2. 45ന് എതിരെയുള്ള വശത്തിൻ്റെ നീളം 1 ആണെങ്കിൽ അതേ ഇൻറ്റു √2 ആയിരിക്കും 90ക്ക് ഓപ്പോസിറ്റ് ഉള്ളത്. അപ്പോൾ ഇനിയിപ്പം സൈഡിൻ്റെ ലെങ്ത്ത് കൂടിയാലും തന്നെ ഇതേ റേഷ്യോയിലായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, 1:1:√2 ആയിരിക്കും ഒരു ഐസോസ്ലെസ് റൈറ്റ് ട്രയാങ്കിളിൻ്റെ സൈഡുകളുടെ റേഷ്യോ, വശങ്ങളുടെ അംശബന്ധം. ദെൻ അടുത്തത് മറ്റൊരു റൈറ്റ് ട്രയാങ്കിളാണ് നമ്മൾ പറയാൻ പോണത്. ഒരു അടുത്ത റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഒരു 90 ഡിഗ്രി, ഇത് 60 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി. അറിയാലോ, ഒരു റൈറ്റ് എന്നല്ല, ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ 180 ആണ്. അപ്പോൾ ഒരെണ്ണം 60 ആണെങ്കിൽ ഒരെണ്ണം 90, ഒന്ന് 30. ഓക്കെ, അപ്പോൾ ആകെ കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടിയാൽ മതി.
അപ്പോൾ ഈ നിയമപ്രകാരം വരികയാണെങ്കിൽ 30-ക്കെതിരെ 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 90-ക്കെതിരെ 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി 60-ക്കെതിരെ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് എത്രയാണോ അതേ ഇൻറ്റു √3 ആയിരിക്കും. അപ്പോൾ 1 ഇൻറ്റു √3 ഇസ് ഈക്വൽ ടു √3 സെൻറ്റിമീറ്റർ ആയിരിക്കും. കണ്ടോ? 1 ഇൻറ്റു √3 സെൻറ്റിമീറ്റർ. അപ്പോൾ എങ്ങനെയാണ്? 30-ക്ക് ഓപ്പോസിറ്റ് 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 90-ക്ക് ഓപ്പോസിറ്റ് 2 ആയിരിക്കും. അതായത് ഈ ഒരു ട്രയാങ്കിളിൽ പറയുമ്പോൾ 30-യും 90-യും ആണ് ഡയറക്റ്റായിട്ട് ഒരു റിലേഷൻ ഉള്ളത്. അതേപോലെ 30-യും 60-യുമായിട്ടാണ് ഡയറക്റ്റ് റിലേഷൻ ഉള്ളത്. 60-യിൽ നിന്നും 90-യിലേക്കും 90-യിൽ നിന്നും 60-യിലേക്കും ഡയറക്റ്റായിട്ടുള്ള ഒരു റിലേഷൻ ഇല്ല. അപ്പോൾ 30-യും 60-യുമായിട്ടുള്ള ബന്ധം 30-ക്ക് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 60-ക്ക് ഓപ്പോസിറ്റ് 1 ഇൻറ്റു √3 ആയിരിക്കും. ഇനി 30-ക്ക് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 90-ക്ക് ഓപ്പോസിറ്റ് 1 + 1 2 ആയിരിക്കും. അതായത് ഇരട്ടി ഡബിളായിരിക്കും. അപ്പോൾ അതിൻ്റെ റേഷ്യോ 30, 60, 90 ഡിഗ്രി ഉള്ള ഒരു 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിളുടെ സൈഡുകളുടെ വശങ്ങളുടെ നീളത്തിൻ്റെ റേഷ്യോ അംശബന്ധം എന്ന് പറയുന്നത് 1:√3:2 ആയിരിക്കും. അപ്പോൾ 30-യും 90-യും തമ്മിലാണ് നേരിട്ടൊരു കണക്ഷനുള്ളത്. അതേപോലെ തന്നെ 30-യും 60-യും തമ്മിലാണ് നേരിട്ടൊരു കണക്ഷനുള്ളത്. അപ്പോൾ ഏറ്റവും എളുപ്പം നമുക്ക് 30-യിൽ നിന്നും 90-യിലേക്കും 90-യിൽ നിന്നും 30-യിലേക്കും അതുപോലെ 30-യിൽ നിന്ന് 60-യിലേക്കും 60-യിൽ നിന്ന് 30-യിലേക്കും പോകാനാണ് കൂടുതൽ എളുപ്പം. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.